കാഴ്ചക്കാർക്കും പറക്കാൻ അവസരമൊരുക്കുകയാണ് ഇത്തവണ ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വാഗമണിലെ തണുത്ത കാറ്റിനൊപ്പം മൊട്ടക്കുന്നുകൾക്ക് മുകളിലൂടെ ഒരു സാഹസിക യാത്ര. പറക്കാൻ ധൈര്യമുണ്ടെങ്കിൽ വാഗമണിലെത്തുന്ന ആർക്കും ഇത്തവണ ഇത് സാധ്യമാകും. 2000 രൂപ ഫീസ് എണ്ണി കൊടുത്തിട്ട് പൈലറ്റിനൊപ്പം കയറിയിരുന്നാൽ മാത്രം മതി. പാരാച്ചൂട്ട് നിയന്ത്രിച്ച് അഭ്യാസങ്ങളും കാണിച്ച് 10 മിനിറ്റ് മാനത്തൂടെ കറക്കി സുരക്ഷിതമായി നിലനിർത്തും. സംസ്ഥാന യുവജനക്ഷേമ ബോർഡും ടൂറിസം വകുപ്പും ഫ്ലൈ വാഗമൺ സൊസൈറ്റിയും ചേർന്ന് സംഘടിപ്പിച്ചിരിക്കുന്ന ഫെസ്റ്റിലാണ് ഇതിനുള്ള അവസരം. അടുത്ത വർഷം ഈ പാരാഗ്ലൈഡിംഗ് ഇവിടെ നടക്കുമ്പോൾ സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റേതായി കേരള സംസ്ഥാനത്തിന്റേതായി കുറെ പൈലറ്റ്സ് ഉണ്ടാകുക എന്നുള്ള ലക്ഷ്യമാണ് സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ലക്ഷ്യം വെക്കുന്നത്. അത് ഇതുവരെ നല്ല രീതിയിൽ നമ്മളതിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടന്നു വരുന്നു. സർക്കാരിന്റെ മുഴുവൻ സംവിധാനങ്ങളും ഞങ്ങളോടൊപ്പം സഹകരിക്കുന്നുണ്ട്. സാഹസിക വിനോദത്തിനൊപ്പം രാജ്യത്തിനകത്തും പുറത്തുമുള്ള പൈലറ്റുമാർ പോരടിക്കുന്ന മത്സരം കൂടിയാണ് ഫെസ്റ്റ്. വാഗമണിലെ ആത്മഹത്യാ മുൻപിൽ നിന്ന് പറന്നുയർന്ന് 4.5 കിലോമീറ്റർ അകലെയുള്ള കൃത്യം പോയിന്റിൽ പറന്നിറക്കുന്നവർക്കാണ് സമ്മാനം. വരുന്ന 10 ദിവസം ഈ മത്സരവും വിനോദവും വാഗമണിൽ നടക്കും. 33 പൈലറ്റുമാരാണ് ഇതിനായി വാഗമണിൽ എത്തിയിരിക്കുന്നത്. ആദ്യ ദിവസത്തെ പറക്കൽ കൊണ്ട് തന്നെ എല്ലാവർക്കും വാഗമണിനെ നന്നായി ഇഷ്ടപ്പെട്ടു. ഇതിന്റെ 5th ഫെസ്റ്റിവലാണ്. നല്ല കണ്ടീഷൻസ് ആണ്. ഇന്ന് കുറച്ച് സ്ട്രോങ് ആയിട്ടില്ല, ബിറ്റ് ബംപി എന്ന് പറയാം. പക്ഷേ വി ഓൾ ഫ്ലൂ വെരി നൈസ് കണ്ടീഷൻസ്. ആൻഡ് നെക്സ്റ്റ് 7 to 10 days കുറച്ചുകൂടി നല്ല കണ്ടീഷൻസ്, ബെറ്റർ കണ്ടീഷൻസ് ഉണ്ടാകുന്ന വിചാരിക്കുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വാഗമൺ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് ടു ഫ്ലൈ. നിരവധി കാഴ്ചക്കാരും എത്തിത്തുടങ്ങി. പൈലറ്റുമാർ പറന്നു തുടങ്ങിയെങ്കിലും ഫെസ്റ്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നാളെ ടൂറിസം മന്ത്രി AP അനിൽകുമാർ നിർവഹിക്കും. മനോരമ ന്യൂസ്, ഇടുക്കി.